ഹലോ ഫ്രണ്ട്സ്, ഈ രണ്ട് ചിക്സ് വയലറ്റ് മാസ്കിൻ്റെയും വയലറ്റ് പാർബ്ലൂ മാസ്കിൻ്റെയും ചിക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതിന് ഞാൻ ഹാൻഡ് ഫീഡ് ചെയ്യാൻ പോവുകയാണേ. ഒന്ന് ബാസ്ക്കറ്റ് ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ടോട്ടൽ 4 ചിക്സ് ആണ് അതിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഒരുപാട് കണ്ടല്ലോ, അവർ കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് എനിക്കതിൽ നിന്ന് ചിക്സ് ഇറങ്ങുന്നത്. അപ്പോൾ എനിക്കത് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുത്താൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ ഒരു ആകാംക്ഷയാണ്, ഏതൊക്കെ ചിക്സാണ് ഇതിൽ നിന്ന് ഇറങ്ങുന്നത്, ഏതൊക്കെ കളർ ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ചിക്സ്, ടോട്ടൽ 4 ചിക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 പാരൻസിൻ്റെ അടുത്ത് വെച്ചിട്ട് 2 എടുത്തുകൊണ്ട് വന്നു കേട്ടോ. കാരണം അത് ഡെഡായി പോയാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഇതിൽ നിന്ന് ചിക്സ് ഇറങ്ങുന്നത്. അപ്പം ഞാൻ എല്ലാ ബ്രീഡേഴ്സ് പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിലാണ് ഫുഡും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും പറയുന്നത് കേട്ട് അതിൽ നിന്ന് കുറേശ്ശെ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ എടുക്കും. ബാക്കിയൊക്കെ എൻ്റെ സ്വന്തം ഇതിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് എനിക്ക് ഇത്രയും ചിക്സൊക്കെ ഇറങ്ങുന്നത് കേട്ടോ. അത് ഞാൻ പല കാര്യങ്ങൾ മാറി ട്രൈ ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഇപ്പോൾ ഇച്ചിരി റിസൾട്ട് വന്നു തുടങ്ങിയത് കേട്ടോ. എന്നും പോസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, പണ്ടത്തെക്കാട്ടിയും കുറേ ചിക്സ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പല കാര്യങ്ങളും പല സ്ഥലത്തു നിന്നും പലരും പറഞ്ഞു തന്ന ഓരോ രീതികൾ മനസ്സിലാക്കിയും ട്രൈ ചെയ്തും ആണ് ലാസ്റ്റിൽ എനിക്ക് ഇത്രയും റിസൾട്ട്. എൻ്റേതായ രീതിയിൽ ഞാൻ ബേർഡ്സിനെ മനസ്സിലാക്കാനും എൻ്റെ ബേർഡ്സിന് എന്താണ് വേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കാനും ആ രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇത്രയും റിസൾട്ട് കിട്ടിയത് കേട്ടോ. അതുവരെ റിസൾട്ട് വളരെ മോശമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പാരൻസിനെ കാണിക്കാം. ഓക്കെ.